എടാ ഇന്ന് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. എന്താ ക്വസ്റ്റ്യൻ? എക്സ്പ്രസ് ഈച്ച് നമ്പേഴ്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. അല്ലെ, താഴെ കൊടുത്തിരിക്കുന്ന ഓരോ നമ്പറിനെയും നമ്മൾ പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 140 എന്നുള്ളതാണ്. അല്ലെ, 140നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതണം? പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 140 അല്ലേ. അപ്പൊ ഇതില് പോകുന്ന ഫസ്റ്റത്തെ പ്രൈം നമ്പർ ഏതാ? നമുക്കറിയാം 140 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ്. അല്ലെ, അതിൽ പോകുന്ന ആദ്യത്തെ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി 2 എങ്ങനെയാ 140 ഡിവൈഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇതിൽ 1ൽ 2 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 14 എടുക്കണം. അല്ലെ, 14ൽ എത്ര 2 ആ? 7 2s ആണ്. ഓക്കെ, ഇനി 0 നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ എന്ത് ചെയ്യും? ഇറക്കി ചെയ്തു. അല്ലെ, അഗൈൻ 70 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ ഈവൻ നമ്പറിന് വീണ്ടും നമുക്ക് പോകുന്ന ഒരു പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. അല്ലെ, അഗൈൻ നമ്മൾ 7ൽ നോക്കുക. 7ൽ എത്ര 2 ഉള്ളേ? 3 ടൈംസ് ഓഫ് 2 ആണുള്ളത്. അല്ലെ, ബാക്കി റിമൈൻഡർ വരുന്നത് 1 ആണ്. 10ൽ എത്ര 2 ഉള്ളത്? 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോകുന്ന പ്രൈം നമ്പർ ഏതാടാ? ഇതിൽ 2 പോവോ? ഇല്ല, 2 പോവില്ല. അതെങ്ങനെയാ സാർ ഐഡന്റിഫൈ ചെയ്തേ? അതായത് ഒരു നമ്പറിൽ 2 പോകുമെന്ന് നമ്മൾ നോക്കണമെങ്കിൽ അതിന്റെ എൻഡ് ഡിജിറ്റ് എന്തായിരിക്കണം? അല്ലെങ്കിൽ അതൊരു ഈവൺ നമ്പർ ആയിരിക്കണം. അല്ലെ, എൻഡ് ഡിജിറ്റ് ഈവൺ നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് ഇത് എൻഡ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ഇത് ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് 2 നമുക്ക് പോകില്ല. ഇനി അടുത്ത നമ്പർ നമ്മൾ നോക്കണം. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. ഒരു നമ്പർ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എങ്ങനെയാ, അതായത് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നമ്മൾ നോക്കുക? ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കുക. അല്ലെ, 3 + 5 8 ആണ്. അപ്പോൾ 8 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 3 പോവില്ല. അപ്പൊ അടുത്ത പ്രൈം നമ്പർ നോക്കണം. അല്ലെ, അടുത്ത പ്രൈം നമ്പർ ഏതാ? 5 ആണ്. ഓക്കെ, 5 പോവില്ലേ? 5 എന്ന് പറയുന്ന നമ്പർ പോവും. അല്ലെ, കാരണം ഏത് നമ്പറോ അവസാനം 5ഓ 0 ആണെങ്കിൽ ആ നമ്പേഴ്സ് എല്ലാം നമുക്ക് 5 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 5 എന്ന് പറയുന്നത് ഓക്കെ 5 ആണ്. പിന്നെ അടുത്ത പോകുന്ന നമ്പർ. ഓക്കെ, ഇനി 35ൽ എത്ര 5s? 7 ആണ്. ഓക്കെ, ഇനി അഗെയിൻ 7 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എന്താണ്? പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 114 എക്സ്പ്രസ് ചെയ്യുന്നത്? അല്ലേ, 2 × 5 × 7 ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് 2 ടൈംസ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2⁻² × 5 × 7 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എക്സസൈസ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് എഴുതുക എന്നുള്ള, അതായത് താഴെ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്വസ്റ്റ്യൻ 156നെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടേഴ്സ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ 156 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രൈം നമ്പർ നമുക്കറിയാം. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് അത് 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ എൻഡ് ഡിജിറ്റിലേക്ക് നോക്കിയാൽ മതി. എൻഡ് ഡിജിറ്റ് നോക്കുന്ന സമയത്ത് അത് ഈവൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 1ൽ 2 പോവില്ല. അതുകൊണ്ട് നമ്മൾ 15 എടുക്കുകയാണ്. 15ൽ എത്ര 2s? 7 2s ആണ്. അല്ലെ, 7 2s 14 ആണ്. ബാക്കി റിമൈൻഡർ 1ഉം 6ഉം 1 6. അതിൽ നമ്മൾ 8 2s are 16 എന്ന്. ഓക്കെ, അഗൈൻ നമുക്ക് വന്നേക്കുന്ന നമ്പർ 78 ആണ്. അല്ലെ, 78 അഗൈൻ എന്താണ്? ഒരു ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെ, ദെൻ നമുക്ക് നോക്കാം. 7ൽ എത്ര 2s ആണുള്ളത്? 3 2s ആണ്. ഓക്കെ, റിമൈൻഡർ വരുന്നത് 1 ആണ്. 18 ആണ് ബാക്കി വരുന്നത്. 18ൽ നമുക്ക് എത്ര 2s ആണല്ലേ? 9 2s ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എൻഡ് ഡിജിറ്റ് എന്താണ്? 9 ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3ലേക്ക് പോകണം. അല്ലെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കണം. അല്ലെ, ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കുക. 3 + 9 12 ആണ്. അപ്പൊ അത് 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രൈം നമ്പർ നമുക്ക് പോകുന്നത് 3 ആക്കിയിട്ട് എടുക്കാം. അല്ലെ, അപ്പോൾ ബാക്കി വരുന്നത് എന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താ 1 3s are 3 3 3s are 9 ആണ്. അല്ലെ, അഗെയിൻ നമ്മൾ അടുത്ത നോക്കുന്ന നമ്പർ പ്രൈം നമ്പർ 13 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇനി അതിൽ 13 മാത്രമേ പോവുള്ളൂ. അല്ലെ, അതുകൊണ്ട് 13 എഴുതി നമുക്ക് 1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് 156നെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? അല്ലെ, 2 ടൈംസ് വന്നതുകൊണ്ട് നമുക്ക് 2⁻² എന്ന് എഴുതാം. 3 × 13 ആണ്. ഓക്കെ,